എന്താണ് ഈ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ എത്രത്തോളം ജാഗ്രത വേണം, ഏതൊക്കെയാണ് നമ്മുടെ അതിർത്തിയുമായി പങ്കിടുന്നത്, എത്ര ദൂരമുണ്ട് എന്നതുകൂടി ഞാനൊന്ന് പ്രേക്ഷകരുമായിട്ട് മനസ്സിലാക്കാം. ഏതെങ്കിലും തരത്തിൽ ഇതൊരു ഓൾ ഔട്ട് വാറിലേക്ക് മാറാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നതില്ല. പക്ഷേ ഇപ്പോൾ യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് എന്ന് പ്രേക്ഷകർക്കറിയാം. പാകിസ്ഥാന്റെ അതിർത്തിയിൽ നിന്ന് പഞ്ചാബിൽ ഇതാ ഈ മേഖലയിലേക്കും ജമ്മു മേഖലയിലേക്കുമാണ് തുടർച്ചയായിട്ട്, അതായത് ലാഹോർ മേഖലയിൽ നിന്നും ഇസ്ലാമാബാദിന്റെ റീജിയനിൽ നിന്നും പാക് ഒക്കുപൈഡ് കാശ്മീരിന്റെ ഭാഗത്തു നിന്നുമായിട്ടാണ് ഇന്ത്യയിലേക്ക് തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടക്കുന്നത്. നിലവിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ലൈൻ ഓഫ് കൺട്രോൾ നിയന്ത്രണ രേഖ അനുസരിച്ച് 3223 കിലോമീറ്റർ ഉണ്ട്. ഗുജറാത്തിലെ ഈ കച്ച് മേഖല മുതൽ ഇങ്ങോട്ട് തുടങ്ങി അങ്ങ് ശ്രീനഗർ കഴിഞ്ഞ് അങ്ങ് പാകിസ്ഥാൻ പ്രദേശം വരെ താജിക്കിസ്ഥാൻ പാകിസ്ഥാനുമായിട്ട് ബോർഡർ പങ്കിടുന്നതിന്റെ ഏകദേശം ഒരു ഭാഗം വരെ നിൽക്കുന്ന ദൂരമാണ്. ഈ പ്രദേശങ്ങൾ ഇത്രയും ഭാഗമാണ് ഇപ്പോൾ ശരിക്കും ഈ പച്ച നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ അതിരി പങ്കിടുന്നത്. അതായത് കറാച്ചിയിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ അത് രാജസ്ഥാനിലേക്ക് വരും. ഇന്നലെ ആക്രമണമുണ്ടായ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നോക്കൂ. ഗുജറാത്തിലുള്ള ഭുജിൽ ഇന്നലെ ആക്രമണമുണ്ടായി, രാജസ്ഥാനിലുള്ള ജയ്സാൽമീറിൽ ആക്രമണമുണ്ടായി, പഞ്ചാബിൽ അമൃത്സറിലേക്കും ഗുരുദാസ്പൂരിലേക്കും ആക്രമണമുണ്ടായി, ജമ്മുവിലേക്ക് ആക്രമണമുണ്ടായി, അവന്തികാപൂരിൽ വരെ ആക്രമണമുണ്ടായി. അപ്പോൾ അവന്തികാപൂർ മുതൽ ഭുജ് വരെ കിടക്കുന്ന ലൈൻ ഓഫ് കൺട്രോൾ 3223 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ലൈൻ ഓഫ് കൺട്രോൾ പൂർണ്ണമായിട്ടും നമുക്ക് സംരക്ഷിച്ചു പിടിക്കേണ്ടതുണ്ട്. അതാണ് ഇന്ത്യൻ ആർമിയുടെ പ്രധാനപ്പെട്ട ദൗത്യം. ഈ ഭാഗങ്ങളിലുള്ള എയർ സ്ട്രിപ്പുകളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിനെ നേരിടാൻ സജ്ജമായി നിൽക്കുന്നു. അതുകൊണ്ടാണ് രാജസ്ഥാനിലെ ജയ്സാൽമീറിലെ എയർഫോഴ്സ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ഉണ്ടാവുന്നത്. അതിനെ നമ്മൾ ശക്തമായി പ്രതിരോധിക്കുന്നത്. പഞ്ചാബിലും നമ്മുടെ എയർ സ്ട്രിപ്പുകൾ കേന്ദ്രീകരിച്ച്, ജമ്മുവിലും എയർ സ്ട്രിപ്പുകൾ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടാവുന്നു. അപ്പോൾ ഒരേ സമയം കരമാർഗത്തിലും വ്യോമമാർഗത്തിലുമാണ് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതേസമയം മറുഭാഗത്ത് നോക്കൂ, 3488 കിലോമീറ്റർ ഉണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബോർഡർ. അതിൽ തന്നെ നേപ്പാൾ കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും കുറച്ചു ഭാഗമായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്നത് കാണാം. പ്രേക്ഷകർക്ക് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ കാണാം. ഒരു കാലത്ത് 1971 മുൻപ് ഇന്ത്യ ബംഗ്ലാദേശ് വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ഒരേ സമയം നമ്മൾ പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നുമുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ബോർഡർ നമ്മൾ സേഫാണ്, കുറച്ചുകൂടി സേഫാണ്. അവിടെ ഇൻഫിൽട്രേഷൻ ഉണ്ട് സ്വാഭാവികമായിട്ടും. അതൊഴിച്ചു നിർത്തിയാൽ പാകിസ്ഥാന്റെ ഇതുപോലെയുള്ള വലിയ മിലിറ്ററി ഓക്കുപേഷൻസ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഈ ഭാഗം നമ്മളിപ്പോൾ മാൻഡാണ്, വലിയ ബുദ്ധിമുട്ടില്ല. 1971 ഈ ഭാഗവും നമുക്ക് നിയന്ത്രിക്കണമായിരുന്നു. ഇവിടെ ഇപ്പോൾ പൂർണ്ണമായും 3223 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ഇൻഡോ പാക് ലൈനിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ ബോർഡർ നോക്കൂ, ഇറ്റ്സ് ടു കോംപ്ലിക്കേറ്റഡ്. പാകിസ്ഥാനെ സംബന്ധിച്ച് വൾണറബിൾ ആണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ബോർഡർ മാത്രം നോക്കിയാൽ മതി. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ അതിരുകൾ പങ്കിടുന്നത് ആരൊക്കെയാണെന്ന് നോക്കൂ. പാകിസ്ഥാൻ ഏറ്റവും വൾണറബിൾ ആയിരിക്കുന്നത് ഈ മേഖലയാണ്. അതായത് നോക്കൂ, ഗുജറാത്ത് കഴിഞ്ഞുള്ള ഈ അറേബ്യൻ